പി.വി. അൻവർക്ക ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച ഒരു കക്ഷിയാണ്. പക്ഷേ പുലി പോലെ വന്നത് എലി പോലെയായി എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു സ്ഥിരതയുമില്ലാത്ത, ഒരു നിലപാടുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയോ എന്നെനിക്കൊരു സംശയം. പുള്ളിക്ക് ഏത് കാലത്തെ സ്ഥിരത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. അക്കരപ്പച്ചര ആളാണ്. ഇതിനേക്കാളും നല്ലത് അതാണ്, അതിനേക്കാളും നല്ലത് ഇതാണ് എന്നുള്ള തോന്നലിലുള്ള ഒരു തരം രാഷ്ട്രീയ അത്യാഗ്രഹം എന്ത് സ്ഥിരത, എന്ത് കൺസിസ്റ്റൻസിയാണ് ഈ മനുഷ്യനുള്ളത് എന്നുള്ളതാണ്. അതായത് ഉഡായിപ്പിൻ്റെ അങ്ങേ തലക്കിലേക്കാണ് പി.വി. അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് പച്ച മലയാളത്തിൽ ആണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിലും ആ വാക്കാണ് പാർലമെൻ്ററി ആയതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഇതൊരു ഒറ്റയാൾ പാർട്ടിയാണ്. പി.വി. അൻവർ എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തോട് മാത്രമേ സ്നേഹമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് സ്നേഹമില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഭാര്യമാരുണ്ടാവത്തില്ല. അപ്പം രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, പി.വി. അൻവർക്ക ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച ഒരു കക്ഷിയാണ്. പക്ഷേ ഈ പുലി പോലെ വന്നത് എലി പോലെയായി എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു സ്ഥിരതയുമില്ലാത്ത, ഒരു നിലപാടുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയോ എന്നെനിക്കൊരു സംശയം. എന്താണ് അഭിപ്രായം? പുള്ളിക്ക് ഏത് കാലത്തെ സ്ഥിരത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. സ്ഥിരതയുള്ള ഒരു കാലഘട്ടവും പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തി ജീവിതത്തിലില്ല. കാരണം ഒന്ന് കാണുമ്പോൾ നല്ലതെന്ന് കാണുമ്പോൾ അങ്ങോട്ട് ചാടും, വേറൊന്ന് അതിനേക്കാളും നല്ല ഒന്ന് ഇപ്പുറത്ത് സാരി എടുത്ത് കണ്ട് ഇങ്ങോട്ട് ചാടും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നത് പോലെ തന്നെ രാഷ്ട്രീയത്തിലും അത് തന്നെയാണ്. അക്കരപ്പച്ചര ആളാണ്. ഇതിനേക്കാളും നല്ലത് അതാണ്, അതിനേക്കാളും നല്ലത് ഇതാണ് എന്നുള്ള തോന്നലിലുള്ള ഒരു തരം രാഷ്ട്രീയ അത്യാഗ്രഹം വ്യക്തി ജീവിതത്തിലും അത്യാഗ്രഹം ബാധിച്ചു, രാഷ്ട്രീയത്തിലും അത്യാഗ്രഹം ബാധിച്ച് പോയി ചാടുന്നതെല്ലാം കുഴിയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, ഒന്നും തൊടാൻ വയ്യ, ഒക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുക, എല്ലാം അറ്റാച്ച്ഡാണ് കേസുകളിൽ, ഒന്നും തൊടാൻ വയ്യാത്ത അവസ്ഥ. പുള്ളിയെ വിശ്വസിച്ച ആൾ ഇൻവെസ്റ്റ് ചെയ്ത് അഡ്വാൻസ് കൊടുത്ത് ഫ്ലാറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആളുകളിൽ പൈസ തിരിച്ചു കിട്ടുകയൊന്നുമില്ല, ഫ്ലാറ്റും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുടെ പരാതി എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധം കൊണ്ട് അത് റൈസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനൊരു പരിധി ഉണ്ടാവും. നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരടുത്ത ആൾക്കാരെ, ഇപ്പം നമ്മളുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ളതുകൊണ്ട് നമ്മളെടുത്ത് വന്നു. അതേസമയം അവരടുത്ത ആൾക്കാരെടുത്ത് ബന്ധപ്പെടും, ആ സമയത്ത് പുറത്തെത്തും. ഒന്നും വേണ്ട, മറുനാടൻ ഷാജനെടുത്ത സാധനം കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് ആലയ്ക്ക് ശരിയാക്കി കളയും. കാരണം അതിന് മാത്രം പരാതിക്കാരുണ്ട്. പിന്നെ അതുമല്ല, ആ സ്ഥലമൊക്കെ എങ്ങനെയാണ് വെട്ടിപ്പിടിച്ചതെന്നുള്ളതും നമുക്കറിയാം. ജോണി അയ്യൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമായിരുന്നു. അത് ചുളു വിലയ്ക്ക് തട്ടിയെടുത്തത്. അതിന് ഇടനിലക്കാരനായിരുന്നു CPM-ൻ്റെ പ്രവർത്തകർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് വേറെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കേണ്ടുന്ന റോഡ് ഇങ്ങോട്ട് കൊടുത്തു. അതും എനിക്കറിയാം. അതും പിന്നെ പുള്ളിയുടെമായിട്ടും എനിക്ക് വ്യക്തിപരമായ സൗഹൃദം ഉള്ളതുകൊണ്ട്, പണ്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സൗഹൃദം ഉള്ളതുകൊണ്ട് പുള്ളിയുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇത്രമാത്രം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പിണറായിസോ എന്ന് പറഞ്ഞു. ആദ്യം പിണറായി പിതൃതുല്യൻ എന്ന് പറഞ്ഞു. പിതൃതുല്യൻ എൻ്റെ വാപ്പാൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. വാപ്പ 2 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പാനിസമായി, പിണറായിസമായി. ഏറ്റവും വലിയ മോശപ്പെട്ട ആളായി മാറി. പിന്നെ മരുമോനിസം, പിന്നെ മുക്കാൽ പിണറായിസം, VD സതീശൻ. പിന്നെ മീൻവണ്ടിയിൽ പൈസ കൊണ്ടുവന്നു, മീൻവണ്ടിയിൽ പൈസ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിന് ലേലു അല്ലി എന്ന് പറഞ്ഞ് പിന്നെ സതീശൻ്റെ വീട്ടിൽ പോയിട്ട് ഗ്രാമത്തിലെ വില്ലേ പോയിട്ട് കാല് പിടിച്ചു. എന്ത് സ്ഥിരത, എന്ത് കൺസിസ്റ്റൻസിയാണ് ഈ മനുഷ്യനുള്ളത് എന്നുള്ളതാണ്. അതായത് മീൻവണ്ടിയിൽ പൈസ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ആളുടെ അടിമയായി. ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിക്കുന്നു, താങ്കൾ മുക്കാൽ പിണറായി അല്ല, അരപ്പിണറായിയും അല്ല, താങ്കൾ മഹാനായ മനുഷ്യനാണ്, താങ്കളുടെ അടിമയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാൽക്കൽ വീഴുന്നൊരു ഗതികേട്. പിന്നെ മരുമോനിസം എന്ന വാക്കിന് എന്താ പ്രസക്തിയുള്ളത്? ഈ റിയാസിൻ്റെ പല കാര്യങ്ങളിലും റിയാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് നിരന്തരം സംസാരിച്ചിട്ടുള്ള ആളാണ് അതിനു മുമ്പ് പി.വി. അൻവർ. പി.വി. അൻവറിന് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ഒരു മിനിസ്റ്റർ ഓഫീസ് റിയാസിൻ്റെ ഓഫീസായിരുന്നു. അത് കഴിഞ്ഞിട്ട് മരുമോനിസം എന്ന് പറയുന്നു. എങ്ങനെ മരുമോനിസം ആവുന്നത്? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ എന്ത് പി.വി. അൻവറിൻ്റെത് അൻവറിസം അങ്ങനല്ല. പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകനായിട്ടല്ലേ രാഷ്ട്രീയത്തിൽ വന്നത്? അപ്പം ഇത് മകനിസം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? മുഹമ്മദ് റിയാസ് SFIയിലൂടെ കടന്നു വന്ന്, റിയാസിലൂടെ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ട്. അത് നാളെ ഉണ്ടാവും, നമ്മൾ പറയും. പക്ഷെ പറയുന്നത്, നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ റിലവൻ്റ് ആയിരിക്കണം, അത് പിന്നെ സ്പെസിഫിക് ആയിരിക്കണം, അത് പിന്നെ വസ്തുതാപരമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ. അത് അൻവറിനെ കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും എനിക്ക് കുഴപ്പങ്ങളില്ലേ? ഇപ്പം നാളെ ഞാനൊരു മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ക്യാബിനറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ പല കാര്യത്തിലും വീഴ്ചകൾ വരും. അത് വിമർശിക്കപ്പെടണം. റിയാസ് ചെയ്യുന്ന വകുപ്പിനകത്ത കുഴപ്പങ്ങൾ വിമർശിക്കപ്പെടണം, ചൂണ്ടിക്കാണിക്കണം. അപ്പോഴാണ് റെക്ടിഫൈ ചെയ്തു പോകുന്നത്. വിമർശനങ്ങൾ സതുദ്ദേശപരമായിരിക്കണം, വിമർശനങ്ങൾ സൃഷ്ടിപരമായിരിക്കണം, വിമർശനങ്ങൾ പിന്നെ സർഗാത്മകമായിരിക്കണം. അല്ലാതെ അത് സംഹാരാത്മകമാകാൻ പാടില്ല.
ആ എല്ലാ എത്തിക്സും പാലിക്കാതെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും പിണറായി വിജയൻ്റെ മകൾ വീണയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് പ്രവർത്തനം തുടങ്ങി ഫാറൂഖ് കോളേജ് പോലെയുള്ള കോളേജിൽ പഠിച്ച് അവിടെ അടികൂടി. പാപ്പ പിന്നെ പോലീസ് കമ്മീഷണറായിരുന്നു റിയാസിൻ്റെ. എന്നിട്ട് പാപ്പയുടെ കീഴിലുള്ള പോലീസിൻ്റെ അടി മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായി, DYFIയുടെ സംസ്ഥാന ഭാരവാഹിയായി, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടിയിട്ട് വിജയിച്ച് മന്ത്രിയായി. ഇതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഈ വിവാഹത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ ഇയാൾ സ്ഥാനാർത്ഥിയായതും ഇയാൾ മത്സരിച്ചതും ഇയാൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായതും ഒന്നും മരുമകൻ എന്നുള്ള അഡ്രസ്സിലല്ല. ഒരിക്കലല്ല. ഇപ്പം അവർ തമ്മിൽ പ്രണയത്തിലായി ആ കല്യാണം പിണറായി വിജയൻ മുൻകൈ എടുത്ത് നടത്തി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പിതാവ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടുക ചെയ്യുന്നത്. ജാതി മതവും നോക്കാതെ ഇവരെ ഞാൻ അംഗീകരിക്കുക ചെയ്യുന്നത് ആ രീതിയിൽ. പിന്നെ പിന്നെ VD സതീശനെ കുറിച്ച് പറഞ്ഞത് മുക്കാൽ പിണറായിയുടെ അടുത്ത് പോയിട്ട് കൈയും കാലും പിടിച്ചില്ലേ, അസോസിയേറ്റ് മെമ്പറെങ്കിലും അസോസിയേറ്റ് മെമ്പറെ എന്നെന്താ ഒന്ന് എടുത്തൂടെ എന്ന് ചോദിച്ചിട്ട് കരഞ്ഞ് വിളിച്ച് നടന്ന് നമ്മളെല്ലാം കണ്ടതാ. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ എന്താ അവരെടുക്കാത്ത, അവരവരെയൊക്കെ എടുത്തില്ല, എന്നെ മാത്രം എന്താ എടുക്കാത്ത എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോയിട്ട് പറഞ്ഞു. ഒടുവിൽ ജാനുവിൻ്റെ കൂടെ പുള്ളി എടുത്തു. അവസാനം ജാനുവിനെയും പുള്ളിയും രാജേന്ദ്രൻ വെള്ളപ്പാല അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. ആ കൂട്ടത്തിലൊക്കെ പുള്ളിയും കൂടെ അങ്ങ് പെടുത്തി അസോസിയേറ്റ് മെമ്പറാക്കി. അപ്പോൾ അസോസിയേറ്റ് ആദ്യം എന്താ പറഞ്ഞാൽ അസോസിയേറ്റ് മെമ്പർ ആക്കിയാൽ സ്വീകരിക്കില്ല, പിന്നെ ഇനി എന്നോട് അവരിങ്ങോട്ട് വന്നിട്ട് സറണ്ടർ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. എന്ത് സറണ്ടർ ചെയ്ത്? പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും സ്ഥിരതയുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം ഇതാ. ഇപ്പം അദ്ദേഹം അമ്പലങ്ങൾ തോടും തെണ്ടുകയാണ് സുഹൃത്തുക്കളെ, അമ്പലങ്ങൾ തോടും തെണ്ടുകയാണ്. അതിനു മുമ്പ് ഈ തിരുവമ്പാടി സീറ്റിൽ മത്സരിക്കാമെന്ന് കരുതിയിട്ട് ഉള്ള അരമനകളിൽ മുഴുവൻ പോവുകയായിരുന്നു, ബിഷപ്പ് ഹൗസിൽ മുഴുവൻ പോവുക. താമരശ്ശേരി പിതാവിൻ്റെ അവിടെ നിന്ന് തന്നെയായിരുന്നു ചായ കൂടിയെല്ലാം. അവിടെ മാനന്തവാടി രൂപതയെ പിന്നെ ഇവിടെ എല്ലാം പോയിട്ട് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ. പുലി ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു, കരടി ഇറങ്ങുന്നു. എന്താ ഇപ്പം ആനയും കരടിയൊന്നും അവിടെ ഇറങ്ങുന്നില്ലേ? നിലമ്പൂർ ഇപ്പം ആനയുടെ ശല്യം. അതാ പറഞ്ഞത്, ആനയും കരടിയൊന്നും അവിടെ ഇറങ്ങുന്നില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ആ സീറ്റ് നോക്കിയപ്പോൾ ആനയുടെയും കരടിയുടെയും വിഷയം പറഞ്ഞു. ആ സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവിടെ ആന ഇറങ്ങിയാലെന്താ, കരടി ഇറങ്ങിയാലെന്താ, അടുത്ത സീറ്റിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ബേപ്പൂർ പോയിട്ട് അവിടെ മീൻ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും. ഇതായിരിക്കും ഇനി പറയാൻ പോകുന്നത്. അതായത് ഉഡായിപ്പിൻ്റെ അങ്ങേ തലക്കിലേക്കാണ് PV അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിലല്ല ഈ പ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളെ കുറേ എണ്ണത്തിനെ പറ്റിച്ചെന്നേ. 10-40 പേരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചായത്തിലോട്ടും ഒക്കെ നിർത്തി കഴിഞ്ഞിട്ട് ആകെ ഒരാളെയാണ് ജയിച്ചത്. അതിൽ നിർത്തിയത് ഇദ്ദേഹം തന്നെ നിർബന്ധിച്ച് നിർത്തിച്ച ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വലങ്കയായ സ്ഥാനാർത്ഥിക്ക് 7 വോട്ടാണ് കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവൻ കളഞ്ഞു നിന്ന പാവ സുഖുവിൻ്റെ ഭാര്യയെ വരെ പറ്റിച്ചു. മാത്രമല്ല ഇപ്പം ഈ VD സതീഷിൻ്റെ ജാഥ വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരെ വേദിയിലിരുത്തുന്നുണ്ടോ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ? ഇദ്ദേഹം ഇരിക്കുന്നിടത്തിരിക്കുന്നുണ്ട്. കാസർഗോഡ് 1 മിനിറ്റ് കണ്ട സംസാരിക്കാൻ കൊടുത്ത് പുള്ളി കരുതിയത് പുള്ളി സ്റ്റാർ ക്യാമ്പയിനറാവുന്ന. അത് UDFൻ്റെ തന്ത്രപരമായ നീക്കമാണ്. ഐസൊലേറ്റ് ചെയ്തു. കാരണം ഇവർ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം ഈ വണ്ടിക്കകത്ത് ഓടിക്കയറുകയെന്നേ, സതീഷിൻ്റെ വണ്ടി വരുമ്പോഴത്തേക്ക് ഓടിക്കയറുക. ഇവർ വിളിച്ചിട്ടൊന്നുമല്ല, കാണുന്ന സ്റ്റേജിലെല്ലാം കയറിയിരിക്കുക. പുള്ളി കരുതിയത് പുള്ളി കാസർഗോഡ് തൊട്ട് ഏറ്റവും കുറഞ്ഞത് തൃശ്ശൂർ വരെയുള്ള മലബാർ മേഖലകളിലെ 7 ജില്ലകളിലെങ്കിലും പുള്ളിയെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റും എന്നാണ് കരുതിയത്. അത് നടന്നില്ല. ഈ ജാഥയ്ക്കകത്ത് എന്താണ് അൻവറിൻ്റെ റോളുള്ളത്? അൻവർ ഈ ജാഥയോട് കൂടിയിട്ട് അൻവർ കഴിഞ്ഞു. ഈ ജാഥയോട് കൂടിയിട്ട് അൻവറിനേക്കാൾ കെൽപ്പുള്ള ആൾക്കാരെ അപ്പുറത്ത് നിൽക്കുമ്പം, കാരണം അതുമാത്രമല്ല ഈ കുരിശെടുത്ത് തലയിൽ വല്ലാതെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പണിയാവും എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ വല്ലാതെ പൊക്കാൻ നിന്നില്ല, വല്ലാതെ വിസിബിലിറ്റി കൊടുക്കാൻ നിന്നില്ല. നിർത്തേണ്ടടുത്ത് നിർത്തി. പിന്നെ വണ്ടിക്കകത്ത് ഓടിക്കയറുമ്പോൾ ഇപ്പോൾ സതീഷിന് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സണ്ണി ജോസഫിന് പറയാൻ പറ്റുമോ? ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇത് നാണക്കിടുക എന്ന് പറഞ്ഞാൽ നാണക്കിടുക. ഞാൻ പറഞ്ഞല്ലോ, പുലിയും കരടിയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അതിനകത്തൊന്നും ഇയാൾക്ക് പ്രശ്നമില്ല. ഇവിടുത്തെ ഫോറസ്റ്റ് വിഷയങ്ങൾ വന്നു. ഇങ്ങനത്തെ അതുമാത്രമല്ല, ഒരു സമയത്ത് ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ പരിപാടി ഉണ്ടായിരുന്നത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ന്യൂനപക്ഷ വേട്ട, പിന്നെ ഇത് ന്യൂനപക്ഷ വേട്ടയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചത് അനാവശ്യമായിട്ടുള്ള അക്രമമായിരുന്നു. ആ അക്രമം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതെന്നും അതിൻ്റെ ആരൊക്കെയായിരുന്നു പങ്കാളികളെന്നുള്ളതും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം രാജിവെച്ച സമയത്ത് രാജിപ്രഖ്യാപനം നടത്തുമ്പം ഒരു മലയോര കർഷകന് കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിന് പകരം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് സീറ്റ് കൊടുക്കണം എന്നാണ് VS ജോയിക്ക്. ഇത് പറയുമ്പോൾ അപ്പുറത്തും കമ്മ്യൂണലായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകുകയല്ലേ ഇന്ന്. പുള്ളി കണക്ക് കൂട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VS ജോയിയെ
ബൈ ഇലക്ഷനിൽ നിർത്തി വിജയിപ്പിക്കുക. VS ജോയിയോട് എന്നിട്ട് സീറ്റ് മാറിത്തരാൻ പറയുക. തിരുവമ്പാടിക്ക് VS ജോയിയെ മാറ്റിയിട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിലമ്പൂർ പോയിട്ട് മത്സരിക്കാം. അത് പാളി. ആരുടെ ഷൗക്കത്ത് വന്നു, ആരുടെ ഷൗക്കത്ത് കണ്ടിന്യൂ ചെയ്യും. VS ജോയി എന്തായാലും നല്ലൊരു സീറ്റിൽ തന്നെ മുസ്ലിം ലീഗ് കൂടെ മുൻകൈ എടുത്തിട്ട് അക്കോമഡേറ്റ് ചെയ്യും. പിന്നെ പുള്ളി തിരുവമ്പാടി നിൽക്കാമെന്ന് കരുതി. നിലമ്പൂരിന് നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. തിരുവമ്പാടി നിൽക്കാമെന്ന് കരുതി. അതിനാണ് ഈ പിതാക്കന്മാരുടെ എല്ലാം വീടുകളിൽ അവരുടെ അരമനകളിലും ബാക്കി ബിഷപ്പ് ഹൗസിലും എല്ലാം കയറി ഇറങ്ങി നടന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് പോയപ്പോൾ ബേപ്പൂര് പോയപ്പോൾ അവിടെ ബിഷപ്പ് ഹൗസ് ഒന്നുമില്ല. അവിടെ ഇനിയിപ്പോൾ ഈ റെമീജിയോസിൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് വോട്ട് കിട്ടാനില്ല. അപ്പം നോക്കുമ്പോൾ പുള്ളി അമ്പലങ്ങളിൽ കൂടെ തെണ്ടി നടക്കുകയാണ്. അമ്പലങ്ങളിൽ കൂടെ ഒരമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലോട്ട്, അടുത്ത അമ്പലത്തിൽ നിന്ന് അതിൻ്റെ അടുത്ത അമ്പലത്തിലോട്ട്, പിന്നെ മോസ്കുകൾ, ഇങ്ങനെയുള്ള പരിപാടി തന്നെയാണ്. പിന്നെ ജില്ലാ വിഭജനം അതിനിടയ്ക്ക് കൊണ്ടുവന്നു. മറ്റേ മലപ്പുറം ജില്ലയ്ക്ക് കോഴിക്കോടും മലപ്പുറം പിന്നെ കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ കൂടിയിട്ട് പ്രത്യേക ജില്ല രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് ജാഥ നടത്തി, വണ്ടൂർ വലിയ സെമിനാർ നടത്തി. ഇപ്പം ജില്ല വിഭജിക്കണ്ട. അതാ രസം. ഇപ്പൊ ആനയില്ല, ഇപ്പൊ കരടിയില്ല. റീബിൽഡ് നിലമ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് 275 വീട് സംഭാവനയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആധാരം ഇപ്പോഴും ഇവിടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉഡായിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതാണ്. കവളപ്പാറ ദുരന്തത്തിന് ശേഷം കവളപ്പാറ ദുരന്തത്തിൽ യൂസഫ് അലി അവിടെ പിന്നെ റീബിൽഡിൻ്റെ ഭാഗമായിട്ട് കുറേ വീടുകൾ വെച്ച് കൊടുത്തു. അത് കാണാൻ വേണ്ടി യൂസഫ് അലി വന്നു. യൂസഫ് അലി വന്നപ്പോൾ PV അബ്ദുൾ വഹാബാണ് കൂടെയുള്ളത്. യൂസഫ് അലിയുടെ കൂടെ അൻവർ അവിടെ ചെന്നു. ഈ കാശില്ലാത്തവൻ മറ്റേ ഇതിന് പോയെന്ന് പറഞ്ഞ പോലെ, നേർച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞ പോലെ, എന്തോ പറഞ്ഞ പോലെ, എന്തോ എവിടെയോ പോയെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പോയിട്ട് അവിടെ പോയി നിന്ന് വായി നോക്കി നിന്നു. യൂസഫ് അലി ആയിട്ട് നമുക്ക് ഉണ്ടാം, യൂസഫ് അലിയുടെ കൂടെ ഒന്ന് നടക്കാം എന്നൊക്കെ കരുതിയത്. അത് കഴിഞ്ഞിട്ട് അൻവറുടെ കൂടെയുള്ളവരോട് പറഞ്ഞതാ വരണ്ടിയിരുന്നില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ വെറുതെ വായി നോക്കി തിരിച്ചു പോകേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. പിന്നെ ഉണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇയാളുണ്ടായിരുന്നൊരു പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരനായിട്ടുള്ള ഒരാൾക്കുമായിട്ട് 50 ലക്ഷം രൂപയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം സോൾവ് ആക്കി കൊണ്ടുവരികയും SDP എല്ലാം കൈപിടിക്കുകയും അവരുമായിട്ടൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ജില്ലാ വിഭജനം എന്നുള്ള അജണ്ടയിൽ ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തു. ഇവന്മാരെല്ലാം കൂടെ അങ്ങ് ആവേശ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടിയാ നമുക്ക് പുതിയ ഒരു ഇമാമിനെ കിട്ടിയിരിക്കുന്നു, അങ്ങനെ കരുതി കൊണ്ടു കിടന്നു. ഇപ്പം ജില്ലയും വിഭജിക്കേണ്ട, ഒന്നും വിഭജിക്കേണ്ട, സംസ്ഥാനവും വിഭജിക്കേണ്ട, ജില്ലയും വിഭജിക്കേണ്ട, ഒന്നും വിഭജിക്കേണ്ട, ബേപ്പൂർ ഇങ്ങനെ കിട്ടിയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെ നിയമസഭയിൽ എത്തിയാൽ മതി എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് പച്ച മലയാളത്തിൽ ാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിലും ആ വാക്കാണ് പാർലമെൻ്ററി ആയതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. കാരണം കൂടെ നിന്നവരെ മുഴുവൻ പറ്റിക്കുക. ചിഹ്നം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത അവസ്ഥ. പിന്നെ ഇങ്ങേരിപ്പം എങ്ങനെ സ്ഥാനാർത്ഥിയാവുന്നത്? ഇങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചില്ല. അപ്പം തന്നെ UDFകാർക്ക് സംഭവം പിടുത്തം കിട്ടി. ഇവർ UDFിൻ്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ജില്ലാ വിഭജനത്തിന് വേണ്ടിയിട്ട് റാലി നടത്താനൊക്കെ പ്ലാൻ ചെയ്തു. അത് മുസ്ലിം ലീഗിന് അടിത്തട്ടിൽ ക്ഷീണം ചെയ്യുമെന്നുള്ള തോന്നൽ വന്നപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവർ ഇതൊരു ഡേഞ്ചർ പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്, അവിടെ തീവ്രവാദികളെ എല്ലാം കൂടെ ഏകോപിപ്പിക്കും, അത് മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിന് ഉൾപ്പെടെ ക്ഷീണം ചെയ്യും, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ വലിയ ഇഷ്യൂ നോക്കണ്ടെന്ന് പറഞ്ഞു UDF യോഗത്തിൽ. നിങ്ങൾ വലിയ ഇഷ്യൂ നോക്കണ്ട, നമുക്കൊന്ന് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചാൽ പോരെ. അതിനാണ് കൂട്ടത്തിൽ വേറെ 2-3 പേരെയും കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചത്, CK ജാനുവിനെയും ഒക്കെ. അതായത് CK ജാനു ഒരാൾ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. പുള്ളി പറഞ്ഞു അൻവറിൻ്റെയും ജാനുവിൻ്റെയും കൂടിയോ? ഞാനോ? ഞാനില്ല എന്ന് പറഞ്ഞു. ആ പരിപാടിക്കേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം CK ജാനു PV അൻവറിനും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ ഒരേ സ്ഥാനം തന്നെയാണുള്ളത്. രണ്ടുപേരും വലിയ വിപ്ലവകാരികളാണ്, ഒക്കെയാണ്. രണ്ടുപേരും സ്വാർത്ഥതയുടെ അങ്ങേ തലക്കിൽ നിൽക്കുന്നവരാണ്. കൂടെ നിൽക്കുന്നവരോട് കരുണയില്ലാത്തവരും കൂടെ നിൽക്കുന്നവരോട് യാതൊരു നന്ദിയില്ലാത്തവരും, വന്ന വഴികൾ മറന്നു പോകുന്നവരാണ്, സഹായിച്ചവരോട് തിരിച്ച് കടപ്പാട് സൃഷ്ടിക്കാത്തവരാണ്. അപ്പം യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്, ഡിസ്പോസിബിൾ ലാസ് പോലെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷനുകളുടെ ഇപ്പം ബേപ്പൂർ പോയിട്ട് സ്വയം പ്രഖ്യാപിക്കുകയല്ലേ ഇത് സ്ഥാനാർത്ഥിയായിട്ട്. ഞാൻ സ്ഥാനാർത്ഥിയാ, ആരാ പറഞ്ഞത്? ഞാൻ പറയുന്നു ഞാൻ സ്ഥാനാർത്ഥിയാ. പിന്നെ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പം 10,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് ഒരുത്തം വന്നിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാകുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നത്. അവർക്ക് മുടക്കൊന്നുമില്ലല്ലോ. ഇയാൾ വരുന്നത് എങ്ങനെയാണ്? ഇയാൾ ആദ്യം വരുന്നത് ഏറനാട് നിയമസഭാ മണ്ഡലത്തിലെ മത്സരത്തിലാണ്. 2011 വരുന്നത്. ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ അന്ന് 2011 വന്ന് മത്സരിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുന്നു. അന്ന് മുസ്ലിം ലീഗിൻ്റെ അന്ന് CPIയുടെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്താക്കി CPMൻ്റെ ആൾക്കാരൊക്കെ കൂടെ പിടിച്ചിട്ടാണ് പരിപാടി നടത്തിയത്. അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് PK ബഷീറിനെ ചീത്ത പറയലായിരുന്നു പണി. സീതി ഹാജിയുടെ മകൻ PK ബഷീറിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നു, കുറച്ച് വോട്ട് പിടിച്ചു. 2014 ഇദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അന്ന് MI ഷാനവാസിനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നു.
35,000 വോട്ട് പിടിച്ചു. 2016 CPM-ആയിട്ട് ലിങ്ക് ആവുന്നു, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് അങ്ങനെ വരുന്നു, അവിടെ വിജയിക്കുന്നു. 2021 വിജയം പിന്നെ ആവർത്തിക്കുന്നു. പിന്നെ ഇദ്ദേഹം എന്താ വെച്ചാൽ മറ്റൊരാളെ അടുപ്പിക്കത്തില്ല. ഇദ്ദേഹത്തിൻ്റെ മുന്നണിക്കകത്ത്, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള വേറൊരാൾക്ക് ഒരു വിസിബിലിറ്റി കൊടുക്കത്തില്ല. ആ സജി മഞ്ഞക്കണപ്പനൊക്കെ UDF-ൻ്റെ ജില്ലാ ചെയർമാനായിരുന്ന ആളാണ്. പാവത്തിനെയൊക്കെ കൊണ്ടുപോയി പറ്റിക്കുക ചെയ്യുന്നത്. മറ്റേ മനോജിനെയൊക്കെ കൊണ്ടുപോയി കുപ്പിലിറക്കുക ചെയ്യുന്നത്. ഇപ്പം നിസാർ മേത്ര കാര്യം എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഓരോരുത്തരെയും യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കരുതിയ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള രീതിയിൽ എത്താമെന്ന് കരുതി, അത് നടന്നില്ല. വേണ്ട, ഒരു സ്ഥലത്തൊരു സ്വീകരണ കേന്ദ്രം ഉണ്ടാകുമ്പം എൻ്റെ പാർട്ടിയുടെ ഒരാളെ ആ വേദിയിലൊന്നും ഇരുത്തണമെന്നെങ്കിലും പറഞ്ഞുകൂടെ? ഇപ്പം നിലമ്പൂർ ജാഥ വരുമ്പോൾ ആ സുഗുനെ ഒന്ന് വേദിയിലിരുത്തിക്കൂടെ? അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വരുമ്പോൾ അവിടെ നിസാർ മേത്രയെ ഒന്ന് വേദിയിലിരുത്തിക്കൂടെ? ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ സജി മഞ്ഞക്കടമ്പനെ ഒന്ന് വേദിയിലിരുത്തിക്കൂടെ? അത് ചെയ്യുന്നില്ല. പുള്ളിക്ക് പോകാൻ പറ്റുന്നിടത്ത്, പക്ഷേ പുള്ളിക്കും ഇവർ വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. പുള്ളി ഉദ്ദേശിച്ചതുപോലെ മലബാറിൽ വന്നിട്ട് PV അൻവർ അവിടെ ഇത്രയും പ്രസംഗിച്ചു, ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റിയില്ല. PV അൻവർ ബേപ്പൂരിലെ മണ്ഡലത്തിലെ ഓരോ മണൽത്തരിയും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, അപ്പൻകാപ്പ് കോളനി എന്ന് പറയുന്ന അവിടെ ഏറ്റവും വലിയ സങ്കീർണമായിട്ടുള്ള കോളനി കിട്ടിയ വോട്ട് 0 വോട്ടാണ്. 10ഓളം ബൂത്തുകളിൽ 0 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്തും ബാക്കിയുള്ളിടത്തുനിന്നും കിട്ടിയ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വഴിക്കടവ് പഞ്ചായത്തിലൊക്കെ കിട്ടിയ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ആര്യാടൻ വിരുദ്ധ വോട്ടുകളുണ്ടായിരുന്നു. അത് നേരെ തിരിച്ചുപോയി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ട് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ വോട്ടിനകത്ത് അവിടെയാണ് അവർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആകെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന സുഖം നിന്നിട്ട് പോലും 100 വോട്ടാണ് കിട്ടിയത്. ആ അവസ്ഥയിലേക്ക് എത്തി. 2021 തന്നെ CR ലിയോണിൽ പോയിട്ട് തന്നെ ഉടായ്പ നടത്തിയതാണ്. CR ലിയോണിൽ പോയപ്പോൾ ഇയാൾ കരുതി ഇയാളെ പൊക്കിക്കൊണ്ട് വരുന്ന കരുതി, ഇവരെല്ലാം കൂടെ കൂടിയിട്ട് നിർബന്ധിച്ച് കരുതി. എനിക്ക് ഈ അൻവർക്കയോട് വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ല. പക്ഷേ അൻവർക്ക പോകുന്നത്, ഹീസ് ഗോയിങ് ടു ദ റോങ് ഏരിയാസ്, ഹീസ് ഗോയിങ് ടു ദ റോങ് റൂട്ട്സ് വേർ ഹീ ഷുഡ് നോട്ട് ബി ഗോ എന്നുള്ളത് തന്നെ പറയേണ്ടി വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഇപ്പം എന്താ? ആൻറ്റി റിയാസ്. അല്ലെങ്കിൽ BV പ്രകാശിനെതിരെ മത്സരിച്ചപ്പോൾ BV പ്രകാശ് RSSകാരനാണെന്നാണ് പറഞ്ഞത്. 2021 KSU കാലഘട്ടം തൊട്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിട്ട് വന്നതാണ്. RSSകാരനാണെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് സമുദായ സ്നേഹമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വർഗീയമായിട്ടുള്ള വോട്ടുകൾ കിട്ടാനാണ്. ഇദ്ദേഹത്തിന് സമുദായത്തോടും സ്നേഹമില്ല, കുടുംബത്തോടും സ്നേഹമില്ല, നാട്ടുകാരോടും സ്നേഹമില്ല. പുള്ളിക്ക് സ്നേഹമുള്ളത് പുള്ളിയോട് മാത്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരൊറ്റയാൾ പാർട്ടിയാണ്. ഇതിനകത്ത് പ്രവർത്തകരെ പോലും അംഗീകരിക്കത്തില്ല. അതിനകത്ത് കൂടെ നടക്കുന്ന കുറച്ച് പേരിങ്ങനെ ചെവിയിൽ ഒതുക്കി കൊടുക്കാനുള്ള കുറച്ച് പേരുണ്ട്. അവരെ എപ്പോഴാണ് തള്ളിക്കളയാമെന്നറിയില്ല. ഇതൊരൊറ്റയാൾ പാർട്ടിയാണ്. PV അൻവർ എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തോട് മാത്രമേ സ്നേഹമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് സ്നേഹമില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഭാര്യമാരുണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ PV അൻവർ ഇപ്പം പോകുന്ന പോക്ക് ശരിയല്ല. അദ്ദേഹം സ്വയം തിരുത്തണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.